അമേരിക്കൻ ഭരണകൂടം തങ്ങളുടെ സാമ്പത്തിക ഉപരോധം വലിയ വിജയമാണെന്ന് വൈറ്റ് ഹൌസിലിരുന്ന് അവകാശപ്പെടുമ്പോഴും കടലിലെ യഥാർത്ഥ ചിത്രം തികച്ചും വ്യത്യസ്തമായ ഒരു കഥയാണ് പറയുന്നത്. ഇറാന്റെ സാമ്പത്തിക അടിത്തറ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ ഉപരോധം ഇന്ന് ലോകത്തെ ഏറ്റവും അപകടകരമായ ജലപാതയായ ഹോർമുസ് കടലിടുക്കിൽ വെറും കടലാസ് പുലിയായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. അമേരിക്കൻ നാവികസേനയുടെ കണ്ണു വെട്ടിച്ച് ദശലക്ഷക്കണക്കിന് ബാരൽ ക്രൂഡ് ഓയിൽ ഇപ്പോഴും അന്താരാഷ്ട്ര വിപണിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഹോർമുസ് കടലിടുക്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിശക്തമായ ഒരു ഒളിച്ചുകളിയാണ്. ഉപരോധത്തെ മറികടക്കാൻ ഇറാൻ വികസിപ്പിച്ചെടുത്ത അത്യാധുനികമായ തന്ത്രങ്ങൾ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളെ പോലും പലപ്പോഴും കുഴപ്പിക്കുന്നു. ഈ അദൃശ്യമായ എണ്ണക്കടത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഷാഡോ ഫ്ലീറ്റ് അഥവാ നിഴൽ കപ്പലുകൾ എന്ന് വിളിപ്പിക്കപ്പെടുന്ന ഒരു വൻ സന്നാഹമാണ്. ഔദ്യോഗിക രേഖകളില്ലാത്ത, ഇൻഷുറൻസ് പരിരക്ഷ പോലുമില്ലാത്ത ഈ കപ്പലുകൾ നടുക്കടലിൽ വെച്ച് എണ്ണ കൈമാറ്റം ചെയ്യുന്നു. ഒരു കപ്പലിൽ നിന്ന് മറ്റൊരു കപ്പലിലേക്ക് എണ്ണ മാറ്റുന്നതിലൂടെ ആ ചരക്കിന്റെ യഥാർത്ഥ ഉറവിടം മറച്ചുവെക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. ഇത് അന്താരാഷ്ട്ര വിപണിയിൽ ഇറാൻ എണ്ണയുടെ സാന്നിധ്യം ഉറപ്പാക്കുന്നു. അമേരിക്കയുടെ ഈ സാമ്പത്തിക ഉപരോധം ഫലപ്രദമല്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഹോർമുസ് കടലിടുക്കിലെ കപ്പലുകളുടെ ഈ നിരന്തരമായ നീക്കം. ലോകത്തെ ഏറ്റവും വലിയ നാവികസേന തങ്ങളുടെ കൺമുൻപിൽ കാവൽ നിൽക്കുമ്പോഴാണ് ഈ നിയമലംഘനങ്ങൾ നടക്കുന്നത്. അമേരിക്കൻ നാവികസേനയുടെ റൂൾസ് ഓഫ് എൻഗേജ്മെന്റ് അഥവാ ഇടപെടൽ നിയമങ്ങളിലെ അവ്യക്തത ഈ സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ ക്രഷിംഗ് എക്കണോമിക് സീച്ച് അഥവാ സാമ്പത്തിക ഉപരോധം വെറും തകർന്നടിഞ്ഞ ഒരു കോട്ട പോലെയാണ് കാണപ്പെടുന്നത്. ഇറാന്റെ വരുമാന മാർഗങ്ങൾ പൂർണ്ണമായും അടച്ചു എന്ന വാഷിംഗ്ടണിന്റെ വാദം വെറും രാഷ്ട്രീയ പ്രസംഗം മാത്രമാണെന്ന് ഡാറ്റകൾ വ്യക്തമാക്കുന്നു. ഓരോ ദിവസവും ഹോർമുസ് കടലിടുക്ക് വഴി കടന്നു പോകുന്ന എണ്ണയുടെ അളവ് പരിശോധിച്ചാൽ ഉപരോധത്തിന്റെ പരാജയം ആർക്കും ബോധ്യപ്പെടും. കടൽ യാത്രയിലെ സാങ്കേതിക വിദ്യകളെ ഇറാൻ തങ്ങൾക്ക് അനുകൂലമായി മാറ്റിയെടുത്തിരിക്കുന്നു. GPS സിഗ്നലുകൾ മാറ്റം വരുത്തി കപ്പൽ യഥാർത്ഥത്തിൽ ഇല്ലാത്തൊരിടത്താണെന്ന് കാണിക്കാൻ അവർക്ക് സാധിക്കുന്നു. ഇത് അമേരിക്കൻ റഡാറുകളെയും നിരീക്ഷണ സംവിധാനങ്ങളെയും പൂർണ്ണമായും വിഡ്ഢികളാക്കുന്ന പ്രക്രിയയാണ്. ഈ സാങ്കേതിക യുദ്ധത്തിൽ അമേരിക്ക പലപ്പോഴും പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഹോർമുസ് കടലിടുക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും സംഘർഷഭരിതമായ ജലപാതയായി മാറാൻ പ്രധാന കാരണം ഈ നിഴൽ യുദ്ധമാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ പോരാട്ടം വെറും സൈനികമല്ല, മറിച്ച് അത് സാമ്പത്തികവും സാങ്കേതികവുമാണ്. ട്രംപ് ഭരണകൂടമോ അല്ലെങ്കിൽ വൈറ്റ് ഹൌസിലെ പുതിയ അധികാര കേന്ദ്രങ്ങളോ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ പലപ്പോഴും യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാത്തതാണ്. ഉപരോധം വിജയമാണെന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ തങ്ങളുടെ രാഷ്ട്രീയ പ്രതിച്ഛായ സംരക്ഷിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. എന്നാൽ ഉപഗ്രഹ ചിത്രങ്ങളും കപ്പൽ ട്രാക്കിംഗ് വിവരങ്ങളും പരിശോധിക്കുന്ന വിദഗ്ധർ ഈ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്നു. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധം കേവലം പ്രതിരോധം മാത്രമല്ല, അത് വലിയൊരു പ്രത്യാക്രമണം കൂടിയാണ്. അമേരിക്കയുടെ സാമ്പത്തിക സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്ന ഉറച്ച സന്ദേശമാണ് അവർ ഇതിലൂടെ നൽകുന്നത്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം തങ്ങളുടെ കയ്യിലാണെന്ന് ഓരോ തവണ കപ്പലുകൾ കടന്നു പോകുമ്പോഴും അവർ തെളിയിക്കുന്നു. അമേരിക്കൻ നാവികസേനയുടെ സാന്നിധ്യം അവർക്കൊരു തടസ്സമേയാകുന്നില്ല. ഈ നിഴൽ കപ്പലുകൾക്ക് പിന്നിലെ ധനസഹായവും ഇൻഷുറൻസ് ശൃംഖലകളും കണ്ടെത്തുക എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. അജ്ഞാതരായ ഉടമസ്ഥരുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ കപ്പലുകൾ നിയമത്തിന്റെ കണ്ണിൽപ്പെടാതെ സുരക്ഷിതമായി സഞ്ചരിക്കുന്നു. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത നിയമങ്ങളിലെ പഴുതുകൾ ഇറാൻ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഉപരോധം എന്ന ആശയത്തിന്റെ തന്നെ പ്രസക്തിയെ ചോദ്യം ചെയ്യുന്നു. അമേരിക്കൻ നാവികസേനയുടെ കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിൽ റോന്തു ചുറ്റുമ്പോഴും ഈ നിയമവിരുദ്ധ വ്യാപാരം തടയാൻ കഴിയാത്തത് വൈറ്റ് ഹൌസിന് വലിയ നാണക്കേടാണ് ഉണ്ടാക്കുന്നത്. ലോകത്തിന്റെ പോലീസ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അമേരിക്കയുടെ അധികാരം സ്വന്തം കൺമുൻപിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇത് ആഗോളതലത്തിൽ അമേരിക്കയുടെ സ്വാധീനം കുറയാൻ കാരണമായേക്കാമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇറാന്റെ ഈ നീക്കങ്ങൾക്ക് ചില വൻ ശക്തികളുടെ പരോക്ഷ പിന്തുണയുണ്ടെന്നതും തള്ളിക്കളയാനാവില്ല. ചൈനയെ പോലുള്ള രാജ്യങ്ങൾ ഇറാന്റെ പ്രധാന എണ്ണ ഉപഭോക്താക്കളാണ്. അമേരിക്കയുടെ ഉപരോധം മറികടക്കാൻ ഇത്തരം വലിയ വിപണികൾ ഇറാന് ലഭിക്കുന്നത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത് കേവലം ഒരു പ്രാദേശിക പ്രശ്നമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിലെ അധികാര സന്തുലിതാവസ്ഥയുടെ കളിയാണ്. മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ അമേരിക്കയുടെ ഈ ബ്ലോക്കേഡ് അഥവാ ഉപരോധം ഒരു പരാജയമാണെന്ന് പറയേണ്ടി വരും. കടലിലെ നിയമങ്ങൾ അവർക്ക് അനുകൂലമല്ലെന്നും ഇറാൻ തങ്ങളുടെ ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ വിജയം കാണുന്നുവെന്നുമാണ് യാഥാർത്ഥ്യം.
ഹോർമസ് കടലിടുക്കിലെ അശാന്തമായ തിരമാലകൾക്കിടയിൽ അമേരിക്കൻ ഉപരോധത്തിന്റെ തകർച്ചയുടെ കഥയാണ് ഇപ്പോൾ ലോകം കേട്ടുകൊണ്ടിരിക്കുന്നത്. വൈറ്റ് ഹൗസ് എത്രയൊക്കെ വിജയമായി പ്രഖ്യാപിച്ചാലും സത്യം കടലിലെ ആ കറുത്ത പുകയ്ക്കൊപ്പം ഉയർന്നു നിൽക്കുന്നു.